നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യത്തെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പം ആദ്യം നമ്മുടെ ഇത് കണ്ടോ, ഇവിടെ മൊത്തം ചവറാണ്. അപ്പം നമ്മൾ ആദ്യം ചവർ ഇങ്ങനെ തൂത്ത് കളയും. ഇത് കഷ്ടപ്പാടുള്ള വീഡിയോ ആണ്. ഉണ്ടാക്കുന്ന സംഭവം നമ്മളെ വീട്ടിൻ്റെ വടക്ക് വശത്ത് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മളെ ഇരിപ്പിടം. ഇവിടെയാണ് വെച്ചാണ് നമ്മൾ ഇരുന്ന് ഉണ്ടാക്കണത്. ഇങ്ങനെ അടുത്ത് കാണിച്ചു തരാം. നമ്മളിങ്ങനെ വീട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ഗ്യാസ് കുറ്റി എടുത്ത് മാറുന്നത്. ഇതാണ് നമ്മളെ ഗ്യാസ് കുറ്റി. നമ്മുടെ ഈ വീട് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഗ്യാസ് കുറ്റിയാണ്. ഇതിൻ്റെ ബർണറെല്ലാം കംപ്ലൈൻ്റ് ആയിപ്പോയി. ഇത് നമ്മൾ ആദ്യം നമ്മൾ ഇതിനടുത്ത് ഇങ്ങനെ വയ്ക്കും. നമുക്ക് ഇതിലുണ്ട്, ഇത് നമ്മൾ കണക്ട് ചെയ്യും. ഇത്രയും സാധനം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി നമുക്ക് പാത്രം കഴുകാം. ആദ്യം നമ്മൾ തുറപ്പെടുത്ത കൈയല്ലേ, ആദ്യം നമ്മൾ കൈയൊക്കെ ഇങ്ങനെ കഴുകും. ഇനി നമ്മൾ അടുത്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട നമ്മൾ ഈ സാധനം നമ്മൾ ഒതുക്കാണ് നോക്കണം. അപ്പം നമ്മൾ ഇതിന് നമ്മൾ കാത്തുവോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കൊടുത്ത് നമ്മൾ ഇതിനെ ഒരു മൂലയിൽ ഒതുക്കും. കാത്തു വേണോ പാട്ട് വേണോ? കാത്തു വേണം പാട്ട് വേണോ? പാട്ട് മതിയല്ല, അപ്പോൾ പാട്ട് വേണം. അപ്പോൾ പാടത്ത് നമ്മളെ സംഭവം നമ്മളെ കോസ്റ്റ്യൂം ധരിച്ച് നമ്മളൊന്ന് വൃത്തിയായിട്ടെന്ന് പറയണം. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇതില്ലേ ചതുരപ്പേർ, നമ്മളിങ്ങനെ വർഷത്തിലൊരിക്കൽ കിട്ടുന്ന സംഭവമില്ലേ ചതുരപ്പേർ എന്ന് പറയും ഇവിടെയൊക്കെ. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ സംഭവം എന്ന് വെച്ചാൽ ആദ്യം എല്ലാം അരിഞ്ഞ് പറക്കി റെഡിയാക്കി കഴിക്കുകയാണ്. ആ ചതുരപ്പേർ നമ്മൾ അരിഞ്ഞ് വെച്ച് പിന്നെ 2 മുട്ട അതിൻ്റെ സാധനങ്ങളെല്ലാം ആദ്യം റെഡിയാക്കി എടുക്കുമല്ലോ. അത് നമ്മളാണ് ഇതിൻ്റെ അടപ്പാണ്. ഈ അടപ്പൊക്കെ എടുത്ത് ഇളകി പോയതാണ്. ഇത് നമ്മൾ ആദ്യം കൊടുത്തിട്ട് അങ്ങനെ ഗ്യാസ് എത്തി. അടുത്ത ദിവസം നമ്മൾ ചൂടാവണ നമ്മൾ കാത്തിരിക്കും. എന്നിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളെ വീടിൻ്റെ അടുക്കള സൈഡിൽ ഈ സ്ഥല സൗകര്യം കുറവാണ്. അപ്പം നമ്മളെല്ലാം കണ്ട അടുത്ത് തന്നെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കും. വൃത്തി ഇല്ലാതെ കിടക്കണത്. ഇനി അടുത്ത് നമുക്ക് ഇത് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. നമ്മൾ എണ്ണ ചൂടാൻ വേണ്ടി കാത്തു നിൽക്കും, തപസ്സിരിക്കും. പിന്നെ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലൂടെ നമുക്ക് കടു ഇട്ട് കൊടുക്കാം. പണി പാടി ചൂടായിരുന്നുണ്ട്, പൊട്ടുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഉള്ളി അരിഞ്ഞത്, മുളക്, ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് കൊടുക്കാം. ഇതിനോട് നമുക്ക് കരിയേപ്പില ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം കുറച്ച്. നമ്മൾ ഈ വീഡിയോ ഒക്കെ എല്ലാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മനാ കിട്ടിയ ഒരു കഴിവാണ് ഈ പാചകത്തിന്. നമ്മളെല്ലാം യൂട്യൂബ് നോക്കിയാണ് ചെയ്യണത്. നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് ഇവിടെ വിറ്റ് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇടയ്ക്ക് ഇങ്ങനെ മിക്സ് കൊടുക്കാം. പിന്നെ നമുക്ക് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പം വേണ്ട ഈ മുട്ട നമ്മളിങ്ങനെ ചിക്കി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞെടുത്തില്ലേ നമ്മളാ ചതുരപ്പേർ, അത് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ളൊരു പച്ച കളർ മയമായിട്ടുണ്ട്. ഈ മുട്ട ഇട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വലിയ പിടുത്തമില്ല ഇട്ടതെന്ന്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് പരീക്ഷിച്ച് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്പം ഉപ്പ് ഇടുക. പെട്ടെന്ന് വരണ്ട് വരുമെന്നാണ് പറയണത്. ഇത് നല്ലതായിട്ട് വരട്ടി എടുക്കണം. നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് നോക്കാം. അപ്പം നല്ല വരണ്ട് വരും. അപ്പം നമ്മൾ നേരത്തെ 2 മുട്ട ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മുട്ട വെച്ചിട്ട് തൃപ്തിയായില്ല. അപ്പോൾ ഒരു മുട്ടയും കൂടെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഇതിനൊക്കെ കോട്ടിങ് ആവുമല്ലോ. പിന്നെ നമുക്കിതിനെ എല്ലായിടത്തും നമുക്കിങ്ങനെ ഒരു കൂട്ടി വയ്ക്കണം. നമ്മൾ തേങ്ങ നേരത്തെ തേങ്ങ അത് നമുക്കിതിൻ്റെ പുറത്തിങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ അടുത്തൊരു പാചകക്കാരൻ പറഞ്ഞാണ് ഇങ്ങനെ തോരൻ വയ്ക്കും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഇത് എന്ത് പറയാം ടേസ്റ്റ് ആയിരിക്കും എന്നാണ് പറയണത്. ഒരു 5 മിനിറ്റ് തീ കുറച്ച്. അപ്പം നമുക്ക് ഈ ഒരു 5 മിനിറ്റ് സമയമില്ല. ആ സമയത്ത് നമുക്ക് ഈ സാധനങ്ങളെല്ലാം പറക്കി ക്ലീനാക്കി വയ്ക്കും. അപ്പം നമ്മൾ 5 മിനിറ്റാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. ക്ഷമയില്ലാത്ത നല്ലൊരു മുളക് വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിനെ ചെറുതായിട്ട് നമുക്ക് അടി പിടിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല. നമ്മൾ അതിനായിട്ട് കുത്തി ഇളക്കി അതിനോട് മിക്സ് ചെയ്തിരുന്നാൽ മതി. ജസ്റ്റ് ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. ഇത് നമുക്ക് എൻ്റെ വൈഫിൻ്റെ കുഞ്ഞമ്മേരെ മോളെ കല്യാണത്തിന് കിട്ടിയ ഒരു ബൗളുണ്ട് ഉരുപ്പിടി വാങ്ങാൻ പോയപ്പോഴത്തേക്ക്.
അപ്പോൾ അതിലോട്ട് നമുക്ക് ബാക്കി വെച്ച് കൊടുക്കാം. ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെതായിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. ഇത് നമുക്ക് ചോറിനോടൊക്കെ എത്തുമ്പോൾ സൈഡ് ഡിഷായിട്ട് വെക്കേണ്ട സംഭവമാണ്. കുറച്ച് എടുത്തിട്ട് കണ്ടാണ്ട സംഭവം കുറച്ച് ഉപ്പ് കൂടിപ്പോയി. പിന്നെ വേറെ സംഭവം പറയുകയാണെങ്കിൽ സംഭവം ടേസ്റ്റാണ്. കള്ളമ്പഴം നല്ല സത്യം ടേസ്റ്റാണ്. ഇല്ലെന്ന് പറയും ഉപ്പ് പോലും കൂടിപ്പോയി. വേറെ ഒരു പൊടിക്ക് സംഭവം പൊളി സാധനമാണ്. വീട്ടിൽ കിട്ടുമെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക്. മുട്ടയൊക്കെ ഇങ്ങനെ അടിച്ച് കുറേ ഇട്ട് ചെയ്ത് നോക്ക്. അപ്പോൾ ഇതിനും കിട്ടുന്ന വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. ബൈ ബൈ.